ഇന്ന് നമുക്ക് ഉലുവ കൊണ്ടൊരു തോരൻ തയ്യാറാക്കാം. ഉലുവ ഒരു പകൽ മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റുവാരി ഒരു അരിപ്പയിൽ സൂക്ഷിച്ചു. 2 ദിവസം കൊണ്ട് തന്നെ ഇത്രയും പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഒന്നുകൂടി ഒന്ന് കഴുകി ഊറ്റുവാരി വെച്ചു. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവ ചേർത്ത് ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പും ചേർത്തതിന് ശേഷം പിന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോഴേക്കും രുചികരമായ നമ്മുടെ ഉലുവ തോരൻ, പയറൊക്കെ കിളിർപ്പിച്ച് നമ്മളിതുപോലെ തോരൻ വയ്ക്കുന്നത് പോലെ തന്നെയാണ്. ചെറിയൊരു ചവർപ്പാണ്, അത്രയേ ഉള്ളൂ. അത് മാറാൻ ഒരു അരമുറി നാരങ്ങ നീരൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ സ്വാദിഷ്ടമായ നമ്മുടെ ഉലുവ തോരൻ പിന്നെ തയ്യാറായിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം.